41 ദിവസത്തെ വ്രതമെടുത്ത് ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി ഞങ്ങൾ നടത്തിയ ഒരു യാത്രയാണിത്. ഒരു അസാധാരണ യാത്ര, ഒരു ശബരിമല യാത്ര. അഞ്ച് മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം എരുമേലിയിലേക്കുള്ള KSRTC ബസ്സിലാണ് ഞങ്ങളിപ്പോൾ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ KSRTC. നഗരങ്ങളുടെ തിരക്കിൽ നിന്നും പതിയെ പതിയെ ഗ്രാമങ്ങളുടെ ഭംഗിയിലേക്കും പിന്നെ കാടിന്റെ മനോഹാരിതയിലേക്കും പതിയെ വണ്ടി അരിച്ചിറങ്ങി. നീണ്ട യാത്രയ്ക്കൊടുവിൽ കണ്ണുടയ്ക്കുന്നത് ആ പള്ളിയിലായിരുന്നു, വാവരുടെ വലിയ പള്ളി. ആ ജനത്തിരക്കിനിടയിൽ പള്ളി പ്രൗഢിയോടെ തല ഉയർത്തി നിന്നു. അയ്യപ്പസ്വാമിയുടെ ഉറ്റമിത്രവും അംഗരക്ഷകനുമായിരുന്ന ഒരു മുസ്ലിം യോദ്ധാവായിരുന്നു വാവർ സ്വാമി. അയ്യപ്പസ്വാമിയെയും വാവർ സ്വാമിയെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വാമൊഴിയായി പ്രചരിച്ച ശാസ്താം പാട്ടുകളിൽ നിന്നാണ്. അതുപോലെ ശ്രീഭൂതനാഥോപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ശാസ്താം പാട്ടുകളിൽ വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നതായി ചില പാട്ടുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിദയാലുവും നല്ല മനസ്സിനുടമയുമായിരുന്നു. പന്തളം രാജാവിന് അവകാശമുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽ വഴി കച്ചവടം നടത്തുന്നതിന് രാജാവിന് കപ്പം കൊടുക്കണമായിരുന്നു. എന്നാൽ അറബി നാടുകളിൽ നിന്നും വന്ന ചിലർ കപ്പം നൽകാൻ വിസമ്മതിച്ചു. വാവരായിരുന്നു അതിൽ പ്രമുഖൻ. പന്തളം രാജാവിൻ്റെ അനുമതിയോടെ വാവരെതിരിടാൻ ചെന്ന അയ്യപ്പൻ വാവരെ പരാജയപ്പെടുത്തി. അയ്യപ്പൻ്റെ ദൈവികത്വം തിരിച്ചറിഞ്ഞ വാവർ സന്തത സഹചാരിയായി അയ്യപ്പനൊപ്പം കൂടുകയായിരുന്നു എന്ന് ചില അയ്യപ്പൻ പാട്ടുകളിൽ കാണുന്നു. അയ്യപ്പൻ വിളക്കിന് വാവരംഗം എന്ന ശാസ്താം പാട്ട് പാടി അവതരിപ്പിക്കാറുണ്ട്. ഇത് അയ്യപ്പനും വാവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടകാവിഷ്കാരമാണ്. ഇതിൽ വാവരുടെ വേഷം ലുങ്കി, പച്ചത്തുപ്പി, ബെൽറ്റ് എന്നിവയാണ്. എരുമേലിയിൽ നടത്തുന്ന പ്രധാന ചടങ്ങാണ് പേട്ടതുള്ളൽ. ആദ്യമായി മല ചവിട്ടുന്ന കന്നി അയ്യപ്പന്മാർ ഇവിടെ വന്ന് ദേഹാസകലം ചായം പൂശി പേട്ടതുള്ളി. അയ്യപ്പ ഭഗവാൻ മഹർഷിയെ വധിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആഘോഷം. നാദസ്വരത്തിൻ്റെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ വ്രതമെടുക്കുന്ന കന്നി അയ്യപ്പന്മാർ നടത്തുന്ന തുള്ളലാണ് പേട്ടതുള്ളൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞങ്ങളെ കൂട്ടത്തിലുള്ള കന്നി അയ്യപ്പന്മാരും പേട്ടതുള്ളലിനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഉത്സവ സമാനമായ ആ അന്തരീക്ഷത്തിലൂടെ വാവർ പള്ളിയിലേക്ക് ഞങ്ങൾ നടന്നു. കന്നി അയ്യപ്പന്മാർക്കുള്ള ചായങ്ങളും മേടിച്ചും നേരെ പോകുന്നത് കൊച്ചമ്പലത്തിലേക്കാണ്. ചുറ്റുമുള്ള കടകൾ പേട്ടയ്ക്ക് ആവശ്യമായ സാമഗ്രികളുമായി സമ്പന്നമാണ്. ഒപ്പമുള്ള മറ്റ് അയ്യപ്പന്മാരുടെ കലാവിരുതിനനുസരിച്ച് കന്നി അയ്യപ്പന്മാർ ചായങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. അവിടെ നിന്നും നേരെ പോകുന്നത് വാവർ പള്ളി പ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ശ്രീ അയ്യപ്പസ്വാമിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു വാവർ സ്വാമി. മതസാഹോദര്യത്തിന്റെ പ്രതീകമായി ഇവിടെ ക്ഷേത്രദർശനം പോലെ തന്നെ പവിത്രമാണ് വാവർ പള്ളി ദർശനവും.
വാവൂർ സ്വാമിയെ കാണാതെ ശബരിമല ദർശനം പൂർത്തിയാകില്ല എന്നതാണ് വിശ്വാസം. വാവർ സ്വാമിയെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ പേട്ടതുള്ളലിന് ആരംഭമാവുകയായി. സന്ധ്യാസമയത്ത് ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വാവർ പള്ളി ഏവരുടെയും മനം കവരുന്ന കാഴ്ച തന്നെയാണ്. ഒരുവന്റെ അഹന്ത വെടിഞ്ഞ് അയ്യപ്പന് സ്വന്തമായി അടിയറവ് പറയുക എന്നതാണ് പേട്ടതുള്ളലിന്റെ അർത്ഥം. ഞങ്ങളും കന്നി അയ്യപ്പന്മാരും താളമേളങ്ങൾക്കൊപ്പം പേട്ടതുള്ളൽ. കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിക്കുന്ന പേട്ടതുള്ളൽ വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങുന്നു. വലിയമ്പലത്തിലെത്താൻ ഏകദേശം അരമണിക്കൂർ ദൂരം എടുക്കും. വലിയമ്പലത്തിലെത്തിയാൽ പ്രദക്ഷിണം വെച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിൽ നിക്ഷേപിക്കുന്നു. ശേഷം ക്ഷേത്രം വലം വെച്ച് കർപ്പൂരം കത്തിച്ച് തുള്ളൽ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം കുളിച്ച് ഇരുമുടിക്കെട്ട് വച്ചിരിക്കുന്ന വിരിയിൽ പോയി വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എരുമേലി ക്ഷേത്രത്തിൽ കയ്യിൽ അമ്പും വില്ലുമേന്തി നിൽക്കുന്ന അയ്യപ്പസ്വാമിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ച അമ്പാണെന്ന് കരുതപ്പെടുന്നു. കുംഭമാസത്തിൽ ഉത്രം ആറാട്ടിനായി 10 ദിവസമാണ് ഉത്സവം. എരുമയുടെ രൂപത്തിൽ വന്ന മഹിഷിയെ അയ്യപ്പൻ വധിച്ച സ്ഥലമാണ് എരുമേലി. എരുമക്കൊല്ലി എന്ന സ്ഥലം പിന്നീട് എരുമേലി എന്ന് മാറ്റപ്പെട്ടു. എരുമയുടെ രക്തം വീണ കുളം രുധിരക്കുളം എന്നും ഇപ്പോൾ അത് ഉതിരക്കുളം എന്നും അറിയപ്പെടുന്നു. സന്ധ്യാസമയത്ത് ഭഗവാന്റെ തിടമ്പേറ്റി ക്ഷേത്രം വലം വയ്ക്കുന്ന കൊമ്പൻ. ഈ കാഴ്ച കണ്ണിനും കരളിനും കുളിരേകുന്ന മനോഹരമായ കാഴ്ചകളൊന്നായിരുന്നു. എങ്ങും നിലയ്ക്കാതെ അയ്യപ്പസ്വാമിയുടെ ശരണങ്ങൾ മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്നദാന മണ്ഡപത്തിൽ പോയി ഭക്ഷണവും കഴിച്ചു ക്ഷേത്ര ദർശനവും തീർത്തു. എരുമേലി ശാസ്താവിനുള്ള തേങ്ങയുടച്ച് മല കയറുവാനുള്ള അനുവാദവും വാങ്ങി ഞങ്ങൾ യാത്രയായി. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് അതേ ആനവണ്ടിയിൽ.